സിപിഐഎമ്മിനെതിരെ മാധ്യമങ്ങൾ അപവാദ പ്രചരണം നടത്തുന്നുവെന്ന സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് എന്ന പ്രചരണം നടത്തുന്നത് അപലപനീയം. പി ജയരാജൻ, എം ഷാജർ എന്നിവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിപിഎമ്മിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം മനു തോമസ് എന്ന വ്യക്തി നടത്തുന്ന പ്രചരണങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു സംഭവത്തിനെതിരെ, മാധ്യമങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. വിവരങ്ങൾ എങ്ങനെയാണ്? സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും ഒഴിവായതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അതിന് പിന്നാലെ മാധ്യമങ്ങൾ തുടർച്ചയായ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിപിഐഎമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ കൊട്ടേഷൻകാരെ സഹായിക്കുന്നവർ എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണമാണ് നടക്കുന്നത്. ഈ പ്രചരണം അപലപനീയമെന്നാണ് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ എം ഷാജറിനും ഉൾപ്പെടെ എതിരെ വരുന്ന ഇത്തരത്തിലുള്ള പ്രചരണം, ഇവർ കൊട്ടേഷൻകാരെ സഹായിക്കുന്നവരാണ് എന്നുള്ള തരത്തിൽ വരുന്ന പ്രചരണം, അത് അപലപനീയം എന്നാണ് സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരം പ്രചരണങ്ങളിൽ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും കുടുങ്ങിപ്പോകരുതെന്നും ജാഗ്രത പാലിക്കണം എന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സിപിഐഎമ്മിൽ നിന്നും മെമ്പർഷിപ്പ് പുതുക്കാതെ ഒഴിവായ മനു തോമസ് നേതാക്കന്മാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷൻകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ്. നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നതും ന്യായീകരിക്കുന്ന കഴിയുന്ന സംഗതിയല്ല. നവമാധ്യമങ്ങളെ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഈ പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് കണ്ണൂരിൽ ചേർന്ന സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ്. യോഗത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ അപലപനീയമാണ്, അത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്.